اللهم صل على سيدنا محمد الفاتح لما ولق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وبه نستعين اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمصنف هذا الكتاب اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. 42ാമത്തെ ഹിക്മത്താണ് ഇന്ന് പറയാൻ പോകുന്നത്. ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു തുടർന്ന് പറയാണ്, ലാ തർഹൽ മിൻ കൗനിൻ ഇലാ കൗൻ. ലാ തർഹൽ, നീ യാത്ര പോകരുത്. മിൻ കൗനിൻ ഇലാ കൗൻ, ഒരു സൃഷ്ടിയിൽ നിന്ന് മറ്റൊരു സൃഷ്ടിയിലേക്ക് നീ എന്ത് ചെയ്യരുത്? യാത്ര പോകരുത്. ലാ തർഹൽ, നീ യാത്ര പോകരുത്. മിൻ കൗനിൻ ഇലാ കൗൻ, ഒരു സൃഷ്ടിയിൽ നിന്ന് മറ്റൊരു സൃഷ്ടിയിലേക്ക് നീ എന്ത് ചെയ്യണ്ട? യാത്ര പോകരുത്. ഫതകൂന, അങ്ങനെ നീ യാത്ര പോയാൽ ഫതകൂന, അപ്പൊ നീ ആകും കഹിമാരി റഹ, അതായത് നമ്മൾ ആസുകല്ല് കേട്ടില്ല പഴയ കാലത്ത്, ചക്ക് അല്ലേ? ചക്ക് കറക്കുന്ന കഴുതയെ പോലെയായിരിക്കും. ആസെന്നും ആട്ടുകല്ലെന്നും ചക്ക് എന്നൊക്കെ പറയുന്നു അല്ലെ? ചക്ക് കറക്കുന്ന കഴുതയെ പോലെയായിരിക്കുന്നു. എന്താണ് ഈ കഴുതക്കുള്ള പ്രത്യേകത? യസീറു, ഈ കഴുത സഞ്ചരിക്കും. അൽ മക്കാനുല്ലദി ഇർതഹല ഇലൈഹി ഹുവല്ലദി ഇർതഹല മിൻഹു. ഒരു സ്ഥലത്തുനിന്ന് ഈ കഴുത ഉണ്ടല്ലോ, ആ കഴുത ഇങ്ങനെ സഞ്ചരിക്കും. ഹുവല്ലദി ഇർതഹല മിൻഹു, എവിടുന്നാണോ ഈ കഴുത ഈ സഞ്ചാരം തുടങ്ങിയത് അവിടേക്ക് തന്നെയാണ് ഈ കഴുത പോകുന്നത്. അതേപോലെ നീ ഇങ്ങനെ സൃഷ്ടിന്ന് സൃഷ്ടിയിലേക്ക് ഇങ്ങനെ കറങ്ങാണ്. ആ യാത്ര നീ നടത്താൻ കഴുതയെ പോലെ നീ ആകാൻ പാടില്ല അല്ലേ? കഴുത, ഞാനൊക്കെ ഇവിടെ മറ്റേ ഇടുക്കി ഭാഗത്ത് പോയപ്പോ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു സംഭവം. ഈ അല്ലെ, പഴയ കാലത്തെ ആൾക്കാരൊക്കെ ചക്ക് കറക്കുന്ന കഴുതനെ കണ്ടിട്ടുണ്ടാവും. ആ സംഭവങ്ങളൊക്കെ ഇപ്പൊ ഈ പുതിയ തലമുറ അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല. ഏതായിരുന്നാലും ബഹുമാനപ്പെട്ടവർ പറയാണ്, ലാ തർഹൽ, നീ യാത്ര പോകരുത്. മിൻ കൗനിൻ ഇലാ കൗൻ, ഒരു സൃഷ്ടിയിൽ നിന്ന് ഒരു സൃഷ്ടിയിലേക്ക് നീ എന്ത് ചെയ്യരുത്? യാത്ര പോകരുത്. ഫതകൂന, അങ്ങനെ നീ യാത്ര പോയാൽ നീ ആകും കഹിമാരി റഹ, ചക്ക് കറക്കുന്ന കഴുതയെ പോലെ നീ ആകും. കാരണം എന്താണ്? യസീറു, ആ കഴുത സഞ്ചരിക്കും. ഇർതഹല ഇലൈഹി, ഒരു സ്ഥലത്തേക്ക് ആ കഴുത ഇങ്ങനെ എന്ത് ചെയ്യും? സഞ്ചരിക്കും. ഹുവല്ലദി ഇർതഹല മിൻഹു, എവിടുന്നാണോ ഈ കഴുത സഞ്ചാരം തുടങ്ങിയത് പിന്നെ അവിടേക്ക് തന്നെ എത്തുകയാണ്. ഇപ്പൊ ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടേക്ക് തന്നെ വരികയാണ്. അതേപോലെ നീ എന്ത് ചെയ്യരുത്? ആകരുത്. നമ്മളെ സഞ്ചാരം സൃഷ്ടിന്ന് സൃഷ്ടിക്കാണ് പോണത്. ഏത് കാര്യം അവസാനം ചെന്നെത്തുമ്പോ സൃഷ്ടിയിലേക്കാ പോവുക. ഇപ്പൊ ചില ആൾക്കാര് പിന്നെ ആത്മീയ വഴിയിലേക്ക് എന്ന് പറഞ്ഞ് പുറപ്പെടും. ലക്ഷ്യം ആരെയാണ്? അള്ളാഹിനെയാണ്. പക്ഷെ അവസാനം പിന്നെ ഓനെ എങ്ങോട്ട് തന്നെ എത്തിപ്പെടും? സൃഷ്ടിയിലേക്ക് തന്നെ എത്തും. കാരണം ഓന്റെ ലക്ഷ്യം പിന്നെ എന്താവും? ജനങ്ങൾ എന്നെ ബഹുമാനിക്കണം, ഞാനൊരു ആലിമാണെന്ന് ജനങ്ങൾ പറയണം, ഞാനൊരു ആരിഫാണെന്ന് ജനങ്ങൾ പറയണം, ജനങ്ങൾ എന്നെ ബഹുമാനിക്കണം. എന്റെ ഇബാദത്ത് കൊണ്ട് ഞാനൊരു ദുആക്ക് ഇജാബത്തുള്ള ആളായി മാറണം. അല്ലെങ്കിൽ എനിക്ക് അതുകൊണ്ടൊരു സ്ഥാനമാനം വേണം. എവിടുന്നാ പോണത്? സൃഷ്ടിന്ന് സൃഷ്ടിക്ക് തന്നെ പോവുകയാണ്. അതുപോലെ നീ ആവാൻ പാടില്ല. എത്രത്തോളം ഇത് ആരിഫീങ്ങളെ ഉന്നതമായ മക്കാമാണ്. ദുനിയാവിൽ ജീവിക്കുന്ന നമ്മൾ ആഖിറത്തിനെ പോലും കൊതിക്കാൻ പാടില്ല എന്ന് ഇതിന്റെ ഷറഹിൽ പറയുന്നുണ്ട്. ലാ തത്ലുബ് ബി അമാലിക സ്വാലിഹത്തി ഇവലൻ, നിന്റെ സ്വാലിഹായ അമല് കൊണ്ട് നീ ഒരു പകരത്തിനെ അന്വേഷിക്കാൻ പാടില്ല. ഇതിനക്ക് പകരം കിട്ടണം എന്ന് നീ ഒരിക്കലും എന്ത് ചെയ്യരുത്? ആഗ്രഹിക്കരുത്. കാരണം അത് വലൗഫിൽ ആഖിറത്തി, ആഖിറത്തിലാണെങ്കിലും ശരി, ആഖിറത്തിലെങ്കിലും എനിക്കിതിന് പകരം കിട്ടണം എന്ന് പോലും നീ എന്ത് ചെയ്യാൻ പാടില്ല? ആഗ്രഹിക്കാൻ പാടില്ല. എന്താ കാരണം? ഫൈനൽ ആഖിറ, നിശ്ചയം ആഖിറ എന്ന് പറഞ്ഞ സാധനം അത് കൗനുൻ, അതൊരു സൃഷ്ടി തന്നെയാണ്. ദുന്യാവ് പോലത്തെ ഒരു സാധനം തന്നെയാണ്. എന്ത് അതിങ്ങനെ മറിച്ചിട്ടാ എന്തായി? ആഖിറായി. തിരിച്ചിട്ടാ ദുന്യാവുമായി. ഇത്രേ ഉള്ളൂ. ഇതൊക്കെ വലിയ ഉന്നതമായ മക്കാബിലുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറയണത്. അവർക്ക് അതിന്റെ ഇടയിൽ ദുന്യാവ് ആഖിറൊന്നും പോലെ എന്ത് ചെയ്യാൻ പാടില്ല? കാണാൻ പാടില്ല.
പിന്നെ എന്താണ് ഓല് ശ്രദ്ധിക്കേണ്ടത്? ബഹുമാനപ്പെട്ടവർ തന്നെ പറയുന്നു, ബൽ ഉത്തുലുബ് വജ്ഹൽ കരീമിൽ മന്നാൻ, നീ അള്ളാഹുവിന്റെ വജ്ഹല്ലാതെ വേറൊന്നും നീ എന്ത് ചെയ്യാൻ പാടില്ല, ആഗ്രഹിക്കാൻ പാടില്ല. അള്ളാനെ മാത്രമേ നീ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആഗ്രഹിക്കാൻ പറ്റും. സ്വാലിഹീങ്ങൾ പറയുന്നുണ്ട് നീ സ്വർഗത്തിനെ പോലും ആഗ്രഹിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാല് ഇതൊക്കെ വലിയ ഉന്നതമായ ദർജയിൽ നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചായി പറഞ്ഞത്. അവർക്ക് സ്വർഗം പോലും ആഗ്രഹിക്കാൻ പാടില്ല. കാരണം സ്വർഗം എന്ന് പറഞ്ഞ സാധനം സൃഷ്ടിയാണ്. അപ്പോഴും സൃഷ്ടിയിൽ നിന്ന് എങ്ങോട്ടാ പോയത്? സൃഷ്ടിയിലേക്കാ പോയത്. പിന്നെ എന്താ ആഗ്രഹിക്കേണ്ടത്? അള്ളാഹുവിനെയാണ് ആഗ്രഹിക്കേണ്ടത്. ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങൾ ശേഷം പറയാണ്, വലാക്കിൻ എന്നല്ല, എങ്കിലും ഇർഹൽ, നീ യാത്ര പോകണം, മിനൽ അക്വാനി, സൃഷ്ടികളിൽ നിന്ന്, ഇലൽ മുക്കവ്വിൻ, സൃഷ്ടാവിലേക്കാണ് നീ യാത്ര പോകേണ്ടത്. സൃഷ്ടികളിൽ നിന്ന് സൃഷ്ടാവിലേക്കാണ് നീ എന്ത് ചെയ്യേണ്ടത്? നിന്റെ സഞ്ചാരം അവിടേക്കാണ് പോകേണ്ടത്. അള്ളാഹുവിനെ മാത്രമായിരിക്കണം എന്ത് വേണ്ടത്? നിന്റെ ലക്ഷ്യം ഉണ്ടായിരിക്കട്ടെ. അള്ളാഹു മാത്രമായിരിക്കണം നിന്റെ മുമ്പിലുള്ള ലക്ഷ്യം, വേറൊന്നും ആകാൻ പാടില്ല. ബഹുമാനപ്പെട്ട അബുൽ ഹസനു ഷാദുലി റളിയല്ലാഹു പറയുന്നുണ്ട്, ഖിഫ്, നീ നിൽക്കണം, ബി ബാബിൻ വാഹിദ്, നീ ഒറ്റ വാതിൽക്ക് നിൽക്കണം. ഏതാണ് ആ വാതില്? അള്ളാന്റെ വാതില്. അള്ളാന്റെ വാതിലിന്റെ അവിടെ നീ നിന്നോ, എങ്കിൽ എല്ലാ വാതിലും നിനക്ക് എന്ത് ചെയ്യും? അള്ളാഹു തആല തുറന്നു തരും. അള്ളാഹുവിന്റെ വാതിലിന്റെ മുമ്പിൽ നീ നിന്നോ, ഖിഫ്, നീ നിൽക്കണം, ബി ബാബിൻ വാഹിദ്, അള്ളാഹുവിന്റെ ബാബാകുന്ന ഒരൊറ്റ വാതിൽ, അവിടെ നീ നിൽക്കണം. അവിടെ നിന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ള വാതിലൊക്കെ അള്ളാഹു തആല നിനക്ക് എന്ത് ചെയ്യും? തുറന്നു തരും. ബഹുമാനപ്പെട്ട അബുൽ ഹസനു ഷാദുലി റളിയല്ലാഹു അൻഹു പറയാണ്, നാല് കാര്യങ്ങൾ നീ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്കൊക്കെ നിന്നിലേക്ക് ആവശ്യം വരും. നീ ജനങ്ങളെ തൊട്ടൊക്കെ ആവശ്യം തീരും ചെയ്യും, ജനങ്ങൾക്കൊക്കെ നിന്നെ ആവശ്യമാവും ചെയ്യും. അത് അങ്ങനത്തെ ഒരു 4 കാര്യങ്ങളുണ്ട്. ആ 4 കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഒന്ന്, ബഹുമാനപ്പെട്ടവർ പറയുന്നു, അൽ മഹബ്ബത്തു ലില്ലാഹി, അല്ലാഹു തആലാക്ക് വേണ്ടി സ്നേഹിക്കാം. അൽ മഹബ്ബത്തു ലില്ലാഹി, അല്ലാഹു തആലാക്ക് വേണ്ടിയാകണം സ്നേഹം. മനസ്സിലാവുണ്ടോ? കാരണം മഹാന്മാര് പറയുന്നുണ്ട്, മഖാമുൽ ഹുബ്ബി, സ്നേഹത്തിന്റെ മഖാമാണ് അഷ്റഫുൽ മഖാമാത്ത്. മഖാമിൽ വെച്ച് ഏറ്റവും അഷ്റഫായ ശ്രേഷ്ഠമായ മഖാം ഏതാണ്? മഖാമുൽ ഹുബ്ബാണ്, സ്നേഹത്തിന്റെ മഖാമാണ്. ലാ യബ്ലുഹു, ആ മഖാമിലേക്ക് എത്തൂല അൽ മുതഅബ്ബിദൂന ബികസ്റത്തിൽ ഇബാദ, ഒരുപാട് ഇബാദത്ത് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യിക്കൊള്ളുന്നില്ല, അങ്ങോട്ട് എത്തിക്കൊള്ളുന്നില്ല. വലൽ ആരിഫൂന ബികസ്റത്തിൽ മഅരിഫ, ഒരുപാട് മഅരിഫത്ത് അധികരിച്ചിട്ട് ആ ഇർഫാന് കൊണ്ടും ഒരാൾ ഇങ്ങോട്ട് എത്തൂല, ഹുബിന്റെ മഖാമിലേക്ക് എത്തൂല. വലൽ ഉലമാ ബിവഫ്റത്തിൽ ഉലൂം, ഒരുപാട് ഇൽമുണ്ട് എന്ന കാരണം കൊണ്ട് ഒരു ഉലമാവും എന്ത് ചെയ്യൂല, ആ മഹബത്തിന്റെ മഖാമിലേക്ക് എത്തൂല. പിന്നെയോ വലാകിന്നഹു മഹ്ലു ഇജ്തിബാഇൻ, അത് അള്ളാഹുവിന്റെ തനിച്ച തെരഞ്ഞെടുപ്പാണ്, അള്ളാഹുവിന്റെ തെരഞ്ഞെടുപ്പാണ്. നമ്മുടെ മശായിഖന്മാരൊക്കെ എപ്പോഴും പറയുന്ന വാക്ക്, ഒരു 100 അധ്യായത്തിൽ 90 അധ്യായവും ഹുബിനെ സംബന്ധിച്ചേക്കാരം. കാരണം ഹുബിന്റെ അഹ്ലുകാരി എന്ന് പറഞ്ഞത് ഏറ്റവും ഉന്നതമായ മഖാമാണ്. ഏറ്റവും ഉന്നതമായ മഖാം, അതിനേക്കാൾ വേറെ മഖാം ഇനി എന്തില്ല, വേറെ വരാനില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനത്തെ ആൾക്കാരിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അപ്പൊ അബുൽ ഹസനു ഷാദുലി റളിയല്ലാഹു അൻഹു പറയാണ്, 4 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്കൊക്കെ നിങ്ങൾ ആവശ്യം ഉണ്ടാവും. നിങ്ങൾക്ക് എന്തിന്റെ ആവശ്യമല്ല? ജനങ്ങൾ ആവശ്യമല്ല. ഒന്ന്, അൽ മഹബ്ബത്തു ലില്ലാഹ്, അല്ലാഹു തആലാക്ക് വേണ്ടി സ്നേഹിക്കുക. 2, വൽ ഗിനാ ബില്ലാഹ്, അള്ളാഹിനെ കൊണ്ട് ഐശ്വര്യം, അല്ലാഹ് മതി, വേറൊന്നും ആവശ്യമില്ലാത്തൊരവസ്ഥയിലേക്ക് നീർത്തുക. വൽ ഗിനാ ബില്ലാഹി. 3-മത്തത് വസ്സിദ്ഖ്, നമ്മൾ അടിമത്തുണ്ടല്ലോ, നമ്മൾ ഉബൂദിയത്ത്, ആ ഉബൂദിയത്തിൽ നമ്മൾ സത്യസന്ധന്മാരായിരിക്കണം. അടിമത്തത്തിന്റെ വിഷയത്തിൽ നമ്മൾ എന്തായിരിക്കണം? സത്യസന്ധന്മാരായിരിക്കണം. അതുപോലെ വൽ യഖീനു ഫിർ റുബൂബിയ്യ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നടപ്പിലാക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിൽ പൂർണ്ണമായ ദൃഢത, യഖീൻ അവനക്ക് എന്ത് ചെയ്യണം? വേണം. ഈ 4 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവനെ അല്ലാഹു തആല ഏറ്റെടുക്കുമെന്ന് ബഹുമാനപ്പെട്ട അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹു പറയണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സൃഷ്ടിയെന്നും സൃഷ്ടിയിലേക്കല്ല യാത്ര പോകേണ്ടത്. ദുനിയാവ് അതൊരു സൃഷ്ടിയാണ്, ആഖിറം ഒരു സൃഷ്ടിയാണ്, സ്വർഗം സൃഷ്ടിയാണ്, കുടുംബം സൃഷ്ടിയാണ്, സമ്പത്ത് സൃഷ്ടിയാണ്, സന്താനങ്ങൾ സൃഷ്ടിയാണ്. അതിലേക്കല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്? യാത്ര പോകേണ്ടത്. പിന്നെയോ ഇർഹൽ മിനൽ അക്വാനി ഇലൽ മുക്കവ്വിൻ,
നീ സൃഷ്ടികളിൽ നിന്ന് സൃഷ്ടാവിലേക്കാണ് നീ എന്ത് ചെയ്യേണ്ടത്? യാത്ര പോകേണ്ടത്. എന്നിട്ട് ബഹുമാനപ്പെട്ടവര് തന്നെ ഒരു ഖുർആനിക ആയത്ത് പറയുന്നുണ്ട്, വ അന്ന ഇലാ റബ്ബിക്കൽ മുന്തഹ, വ അന്ന ഇലാ റബ്ബിക, നിന്റെ റബ്ബിലേക്ക് മടങ്ങണം. അതാണ് അൽ മുന്തഹ. പര്യവസാനം ആരാണ്? പടച്ച റബ്ബാണ്. ആ പര്യവസാനമാകുന്ന അള്ളാഹുവിലേക്കാണ് നീ എന്ത് ചെയ്യേണ്ടത്? മടങ്ങേണ്ടത്. അവിടേക്കാണ് നീ എന്ത് ചെയ്യേണ്ടത്? തിരിയേണ്ടത്. ഇത് കഴിഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു വളരെ പ്രസിദ്ധമായ ഒരു ഹദീസ് നമ്മോട് പറഞ്ഞു തരാണ്. അതും ഈ ഹിക്മത്തിന്റെ ഭാഗമാണ്. ബഹുമാനപ്പെട്ടവർ പറയാണ്, വന്ദുർ, നീ നോക്കണം, ഇലാ കൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു വാക്കുണ്ട്, നീ അതിലേക്കൊന്ന് ശ്രദ്ധിക്ക്. എന്താണ് ആ വാക്ക്? ഫമൻ കാനത്ത് ഹിജ്റത്തുഹു, ഒരാളുടെ ഹിജ്റ ആയി കഴിഞ്ഞാൽ, ഇലല്ലാഹി വ റസൂലിഹി, അള്ളാഹുവിലേക്കും അവന്റെ റസൂലിലേക്കുമാണ് ഒരാളെ ഹിജ്റയെങ്കിൽ, ശ്രദ്ധിക്കണം, മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുന്ന വിഷയം കേട്ടിട്ടില്ല എല്ലാവരും? മക്കയിൽ നിന്ന് മദീനയ്ക്ക് ഹിജ്റ പോകാം. ആ കൂട്ടത്തിൽ ഒരാളുണ്ടായിരുന്നു. അയാള് മക്കത്തുനിന്ന് മദീനത്തേക്ക് ഹിജ്റ പോയതെന്താണ്? ഉമ്മ ഖൈസ് എന്ന് പറയുന്ന ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാനാണ്. മൂപ്പരെ ലക്ഷ്യം എന്താണ്? ഹിജ്റ അല്ല, പെണ്ണിനെ കല്യാണം കഴിക്കുക എന്നുള്ളതാണ്. അപ്പൊ അള്ളാന്റെ റസൂല് പറഞ്ഞതാണ്, ഫമൻ കാനത്ത് ഹിജ്റത്തുഹു ഇലല്ലാഹി വ റസൂലിഹി, ഒരാളുടെ ഹിജ്റ അള്ളാഹുവിലേക്കും അവന്റെ റസൂലിലേക്കുമാണെങ്കിൽ, ഫഹിജ്റത്തുഹു ഇലല്ലാഹി വ റസൂലിഹി, ആ ഹിജ്റ അങ്ങോട്ട് തന്നെയാണ്. അള്ളാഹു താലാക്ക് വേണ്ടിയിട്ടും റസൂലുള്ളാഹിക്ക് വേണ്ടിയിട്ടും തന്നെയാണ്. അള്ളാഹുവിലേക്കും റസൂലുള്ളാഹിലേക്കും തന്നെയാണ് ആ വ്യക്തി എന്ത് വയ്ക്കണത്? ഹിജ്റ വയ്ക്കണത്. എന്നാൽ വമൻ കാനത്ത് ഹിജ്റത്തുഹു, ഒരാളെ ഹിജ്റയായാൽ ഇല ദുനിയ, ദുനിയാവിലേക്കാണ് ഒരാളെ ഹിജ്റയെങ്കിൽ, ദുനിയാവാണ് ഒരാളെ ലക്ഷ്യമെങ്കിൽ, യുസിബുഹ, ഓനക്ക് ദുനിയാവ് കിട്ടും. ഓനക്ക് എന്താ കിട്ടുക? ദുനിയാവ് കിട്ടും. ഔ ഇമ്രാത്തിൻ, അല്ലെങ്കിൽ ഒരു പെണ്ണാണ് ലക്ഷ്യമെങ്കിലോ, അതാ റസൂലുള്ളാഹി, ഒരു പെണ്ണാണ് ലക്ഷ്യമെങ്കിൽ, യതസബ്ബജുഹ, ഓനതിനെ കല്യാണം കഴിക്കും, ഓനതിനെ കല്യാണം കഴിക്കും. എന്നിട്ട് അവസാനം അള്ളാന്റെ റസൂല് പറഞ്ഞു, ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി, ഒരു മനുഷ്യൻ എങ്ങട്ടാണോ ഹിജ്റ പോകുന്നത്, ഓനക്ക് അതാണോ അവന്റെ ഹിജ്റ, അതാ അവനക്ക് കിട്ടുള്ളൂ. അള്ളാനെയാണോ ആവശ്യം, അള്ളാനെ കിട്ടും. അള്ളാന്റെ റസൂൽ ആവശ്യം, റസൂലുള്ളാനെ കിട്ടും. ദുനിയാവാണ് ആവശ്യം, ദുനിയാവ് കിട്ടും. പെണ്ണാണ് ആവശ്യം, പെണ്ണ് കിട്ടും. മനസ്സിലാവുണ്ടോ? ഓനിങ്ങനെ പരിത്യാഗിയായി പോണത് എന്തിനു വേണ്ടിയിട്ടാ? ജനങ്ങളെ ബഹുമാനം കിട്ടാനാണ്. നീ ജനങ്ങൾ ബഹുമാനിക്കും, അള്ളാഹു താല ബഹുമാനിക്കൂല. അള്ളാഹു താല എന്ത് ചെയ്യൂല? അവനെ ബഹുമാനിക്കൂല. അത് ഏതൊരു ആളുടെ നീയത്തും അവന്റെ മനസ്സെങ്ങനെയാണോ അതുപോലെ തന്നെ ഉണ്ടാകുക. എന്നിട്ട് ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങൾ പറയാണ്, ഫഫുഹം, നീ ഉറക്കെ മനസ്സിലാക്കിക്കോട്ടോ, ഖൗലഹു അലൈഹി സ്വലാത്തു വസ്സലാം, ഇത് റസൂലുള്ളാഹിന്റെ വാക്കാണ്, ഇത് അള്ളാന്റെ റസൂല് പറഞ്ഞതാണ്. അതുകൊണ്ട് നീ ഈ വിഷയം എന്ത് ചെയ്തലാ? ഉറക്കെ മനസ്സിലായിക്കോ. വതഅമ്മൽ, നീ ചിന്തിച്ചോ, ഹാദൽ അംറ, ഈ കാര്യത്തിന് നീ ചിന്തിച്ചോ. ഇൻ കുൻത ദാ ഫഹ്മിൻ, നീ ഒരു ബുദ്ധി ഉടയാളാണെങ്കിൽ, നീ ഒരു ഗ്രാഹ്യശക്തി ഉള്ള ഒരു മനുഷ്യനാണെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ കാര്യം നീ ശരിക്കും ആലോചിച്ചോട്ടോ. നിന്റെ നീയത്ത് എന്താണോ അതാണ് നിനക്ക് അള്ളാഹു താല തീരുക. വേറൊന്നും അള്ളാഹു താല എന്ത് ചെയ്യൂലെന്ന്. നീയത്ത് എങ്ങനെയാണോ അത് അള്ളാഹു താല നിനക്ക് എന്ത് ചെയ്യും? തീരും. ഇവിടെ ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നു അജീബ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഹിജ്റ എന്ന് പറഞ്ഞ സാധനം 3 നിലക്കുണ്ട്. ശ്രദ്ധിച്ചോളൂ, ഹിജ്റ 3 നിലക്ക്. ഒന്ന്, മിൻ വത്നിൽ മഅസിയത്തി ഇലാ വത്നി ത്വഅത്തി, തിന്മയുടെ നാട്ടിൽ നിന്നും നന്മയുടെ നാട്ടിലേക്ക് ഒരു ഹിജ്റ ഉണ്ട്. നാട് എന്നുള്ളത് ആലങ്കാരികമായി പറഞ്ഞതാണ്. തിന്മയിൽ നിന്നും നന്മയിലേക്കൊരു ഹിജ്റ, നമ്മൾ പോകേണ്ട ഹിജ്റ അതാണ് ആദ്യം നടത്തേണ്ടത്. തിന്മയിൽ നിന്നും നന്മയിലേക്ക് ഹിജ്റ. ഇവിടെ നമ്മൾ ഉറക്കെ തീരുമാനിക്കണം, ഇന്നു മുതൽ നമ്മൾ ആദ്യത്തെ ഹിജ്റ നമ്മൾ നടത്തണം. തിന്മയിൽ നിന്നും നന്മയിലേക്കാണ് നമ്മളെ ഹിജ്റ. ഒന്നാമത്തെ ഹിജ്റ അതാണ്. രണ്ടാമത്തത് ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നു അജീബ തങ്ങൾ പറയുന്നു, മിൻ വത്നിൽ ഗഫ്ലതി ഇലാ വത്നിൽ യഖ്ല, അശ്രദ്ധയുടെ നാട്ടിൽ നിന്ന് ശ്രദ്ധയുടെ നാട്ടിലേക്കൊരു യാത്ര. ഉറക്കിൽ നിന്ന് ഒരു ഉണർവിലേക്കൊരു യാത്ര. എന്താണ് ഈ ഗഫലത്ത് പറഞ്ഞാൽ? അള്ളാഹ്നെ ഓർമ്മല്ല. ആ ഗഫലത്ത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മല്ലായ്മയുടെ അശ്രദ്ധ. ആ അശ്രദ്ധയിൽ നിന്നും അള്ളാഹുവിനെ ഓർക്കുന്നതിലേക്കുള്ള ഒരു യാത്ര. അതാണ് രണ്ടാമത്തെ യാത്ര. മൂന്നാമത്തെ ഹിജ്റ എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഇബ്നു അജീബ തങ്ങൾ പറയുന്നു, മിൻ വത്നി ആലമിൽ അഷ്ബാഹി ഇലാ വത്നി ആലമിൽ അർവാഹ്. ഈ രൂപങ്ങളുടെ ലോകം ഉണ്ടല്ലോ, ഈ രൂപങ്ങളൊക്കെ കാണുകയോ, ഈ ലോകത്തിൽ നിന്നും ഇലാ വത്നി ആലമിൽ അർവാഹ്, ആത്മീയമായ ലോകത്തേക്കുള്ള യാത്ര. ആത്മീയമായ ലോകത്തേക്കുള്ള യാത്ര അതും ഒരു ഹിജ്റയാണ്. മനസ്സിലാവുണ്ടോ? അപ്പോ ഇന്ന് നമ്മൾ തീരുമാനിക്കാം, ഒന്നാമത്തെ ഹിജ്റ തിന്മയിൽ നിന്നും നന്മയിലേക്കാണ്.
ഇനി എൻ്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും തിന്മ ഉണ്ടാകൂല, നന്മ മാത്രം. രണ്ടാമത്തത്, നമ്മൾ അള്ളാഹുവിനെ കുറിച്ചുള്ള അശ്രദ്ധയിൽ നിന്ന് അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്ന ശ്രദ്ധാലുവായി മാറുന്ന ഒരവസ്ഥയിലേക്ക് മാറുക. മൂന്നാമത്തത്, ഈ രൂപങ്ങളൊക്കെ ഉണ്ടാകുന്ന ഈ ലോകത്തിൽ നിന്ന് ആത്മീയമായ അള്ളാഹുവിലേക്ക് മാത്രമാകുന്ന ഒരു ഹിജറ. ഇതാണ് മൂന്നാമത്തെ ഹിജറ. അവന്റെ നീയത്ത് എന്താണോ അത് അവനക്ക് കിട്ടും. ഇപ്പൊ ഇതിലിരിക്കുന്ന ആളുകൾക്കൊക്കെ അവരുദ്ദേശിക്കുന്ന നീയത്ത് എന്താണോ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? തരും. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അള്ളാഹു തആല പറയുന്നുണ്ട്, ഫൈദാ റഅയ്ത ജമാലി, നീ എൻ്റെ ജമാലിയത്ത് നീ കണ്ടു കഴിഞ്ഞാൽ, എൻ്റെ മനോഹരമായ ആ സുന്ദരമായ ആ മഅരിഫത്തുണ്ട്, അതിന്റെ ജമാലിയത്തെങ്ങാനും നീ കണ്ടു കഴിഞ്ഞാൽ, സകിർത അൻ വുജൂദി കുല്ലിഹി, ഈ ലോകത്തുള്ള സർവ്വ വസ്തുക്കളെ തൊട്ടും നീ മസ്തായി മാറും. നിനക്ക് ഈ ലോകത്തുള്ള ഒന്നിനെ കുറിച്ചും എന്തില്ല, ഓർമ്മല്ല. നീ ഒരു ഭ്രാന്തനെ പോലെ. ഉഖലാഉൽ മജാനീൻ എന്ന് പറയുന്നൊരു കിതാബന്നുണ്ട്, ബുദ്ധിയുള്ള ഭ്രാന്തന്മാർ. സത്യത്തിൽ ഓൽക്കാണ് ബുദ്ധിയുള്ളത്. കാരണം എന്താ? അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മയിൽ എന്ത് ചെയ്തതാണ്? ബുദ്ധിഭ്രമം ബുദ്ധി നഷ്ടപ്പെട്ട ആൾക്കാരാണ്. അപ്പൊ അള്ളാഹു തആല പറയാണ്, ഫൈദാ റഅയ്ത ജമാലി, നിങ്ങൾ എൻ്റെ ജമാലിയത്ത് നിങ്ങളെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ, സകിർത അനിൽ വുജൂദി കുല്ലിഹി, ഈ ലോകത്തുള്ള സർവ്വ വസ്തുക്കളെ തൊട്ട് നിങ്ങൾ എന്തായി? മസ്തായി പോയി. നിങ്ങൾ വഹീനഹ, ആ സമയത്ത് യർതഫിഉ അൻക കുല്ലു ബലാ, എല്ലാ ബലാവുകളും അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്നെ തൊട്ട് ഉയർത്തിക്കളയും. പിന്നെ നിനക്ക് ബലാവുകളില്ല, മുസീബത്തുകളും ആഫത്തുകളും പിന്നെ നിനക്ക് എന്തില്ല, ഇല്ല. പിന്നെ എന്ത് മാത്രമേ ഉള്ളൂ? വലാ യതബഖാ ലക ഇല്ല അൻ തസ്തംതിഅ ബിൽ ഖുലൂദി ദായിം, ദായിമായ ശാശ്വതമായ സുഖമല്ലാതെ വേറൊന്നും നിനക്ക് എന്താവൂല, ബാക്കിയാവൂല. അനന്തമായ ലോകത്ത് വിഹരിക്കാനുള്ള അനുവാദം അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്ക് തരും. അതിനെന്ത് വേണം? അള്ളാഹുവിനെ മാത്രം ഉദ്ദേശിക്കണം. അള്ളാഹു തആല തന്നെ പറയുന്നുണ്ട്, ഇജ്അൽ ഖൽബക, നിന്റെ ഹൃദയത്തിന് നീ ആക്ക്, ഇന്ദി, എന്റെ അടുക്കലാക്ക്. ഇജ്അൽ ഖൽബക, നിന്റെ ഹൃദയത്തിന് നീ ആക്ക്, ഇന്ദി, എന്റെ അടുക്കലാക്ക്. ലാ ഇൻദക, നിന്റെ അടുക്കൽ നീ ആക്കല്ലേ. ഖാലിയം മിൻക, നീ എല്ലാം ഒഴിവാക്കിയിട്ട് നിന്നിൽ നിന്ന് എന്നിലേക്ക് വാ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്നേഹത്തോടെ നമ്മൾ വിളിക്കുക. അതുകൊണ്ട് ആ അള്ളാഹുവിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മടങ്ങേണ്ടത്. ഒരു ലക്ഷ്യവും നമ്മുടെ ലക്ഷ്യവും ദുനിയാവാകാൻ പാടില്ല, ആഖിറവുമാകാൻ പാടില്ല. അള്ളാഹുവിനെ മാത്രമായിരിക്കണം എന്ത്? ഒരു യഥാർത്ഥ വിശ്വാസി ലക്ഷ്യമിടേണ്ടത് അള്ളാഹുവിനെ മാത്രമായിരിക്കും എന്ന ഒരു വലിയ സന്ദേശമാണ് ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു ഈ ഒരു വിഷയത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ അത് ഹൃദയം കൊണ്ട് മനസ്സിലാക്കുക, എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ അത് പകർത്തുക. ഏതൊരു കാര്യത്തിലും അള്ളാനെ മാത്രം ലക്ഷ്യമിടുക. അള്ളാനെ ലക്ഷ്യമിട്ട് കഴിഞ്ഞാൽ എല്ലാം നമ്മിലേക്ക് ഇങ്ങോട്ട് വന്നു ചേരും. അല്ലെ? മിൻ ഹൈസു ലാ യഹ്തസിബ് എന്നാണല്ലോ. നമ്മൾ കരുതാത്ത മാർഗത്തിലൂടെ അള്ളാഹു തആല നമുക്ക് എന്ത് ചെയ്യും? ഭക്ഷണം തരും. നമ്മൾ കരുതാത്ത മാർഗത്തിലൂടെ നമ്മളെ കാര്യങ്ങളൊക്കെ അള്ളാഹു തആല നിറവേറ്റി തരും. അതിനെന്ത് വേണം? ഈമാനും തവക്കുലും മഹബ്ബത്തും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.